ഒരു നാടിൻ്റെ മൊത്തം അന്ധവിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ സാധിക്കുമെങ്കിൽ അതങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയും റിസ്ക് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ചില മനുഷ്യർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ വാശി തീർക്കാൻ വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകുന്ന ചില മനുഷ്യർ. അവരാരോടെങ്കിലും ബെറ്റ് വെക്കുകയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു സമയത്ത് തോറ്റു പോവുകയോ ചെയ്യും എന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ എന്തും ചെയ്തു പോകുന്ന ചില മനുഷ്യരുണ്ട്. അത് ചിലപ്പോൾ മൃഗങ്ങളോടായിരിക്കാം, ചിലപ്പോൾ മനുഷ്യരോടായിരിക്കാം, ചിലപ്പോൾ പ്രകൃതിയോടുമായിരിക്കാം. ചില മനുഷ്യർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ വാശി തീർക്കാൻ വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി അവർ ഏതറ്റം വരെയും പോകുന്ന ചില മനുഷ്യർ. അവരാരോടെങ്കിലും ബെറ്റ് വെക്കുകയോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു സമയത്ത് തോറ്റു പോവുകയോ ചെയ്യും എന്ന് അവർക്ക് തോന്നിയാൽ പിന്നെ എന്തും ചെയ്തു പോകുന്ന ചില മനുഷ്യരുണ്ട്. അത് ചിലപ്പോൾ മൃഗങ്ങളോടായിരിക്കാം, ചിലപ്പോൾ മനുഷ്യരോടായിരിക്കാം, ചിലപ്പോൾ പ്രകൃതിയോടുമായിരിക്കാം. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ സിദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പം നിങ്ങൾ വിശ്വസിക്കേണ്ട. ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. സിദ്ധിയുടെ ഈ ഒരു വെല്ലുവിളി സത്യം പറഞ്ഞാൽ മീനെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു നാട്ടിലെ മുഴുവൻ ജനതയുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ്. പക്ഷെ എന്തൊരു കാര്യത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണം എന്താണെന്നുള്ള കാര്യം ആദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വലിയ മീൻപിടുത്തക്കാരനൊക്കെ അല്ല അന്ന് ഞാൻ ഇപ്പൊ വെല്ലുവിളിക്കാം. ഇവിടെ വെച്ച് ഞാൻ അന്നെ വെല്ലുവിളിക്കാണ്. സമയം ഏകദേശം 9:30 മണിയായപ്പോഴാണ് സിദ്ധി പെട്ടെന്ന് വിളിച്ചിട്ട് ഞങ്ങളോട് ഒരു ഇഞ്ചൻ കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് ഈ സമയത്ത് ഇഞ്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്കൊരു കുളം വറ്റിക്കാണ്ടെന്ന്. ഞാൻ ചോദിച്ചു, ഏത് കുളമാണ് ഈ സമയത്ത് വറ്റിക്കാനുള്ളത്? സത്യം പറയാലോ, അവൻ പറഞ്ഞ മറുപടി കേട്ടിട്ട് ആകെ ഒന്ന് ഞെട്ടിത്തരിച്ച് നിന്ന് പോവുകയാണ് ഞങ്ങൾ ചെയ്തത്. കാരണം അമ്പലത്തിന് പിന്നിലുള്ള കുളം ഒരുപാട് അന്ധവിശ്വാസങ്ങളും അപകടങ്ങളും നിറഞ്ഞ ഒരു കുളം. ഈ കുളത്തിൻ്റെ പകലുള്ളൊരു രൂപം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ കുളത്തിൻ്റെ പകലുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഏകദേശം വെള്ളം കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് വെള്ളം കുറച്ച് കുറവായിരുന്നു, പക്ഷേ പൊന്തൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. സിദ്ധി ഇറങ്ങിയ ഭാഗത്ത് ഇപ്പോൾ കുറച്ചും കൂടി പൊന്ത കൂടിയിട്ട് ആകെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിൽ കണ്ടില്ലേ, മൊത്തം പൊത്തുകളും അതുപോലെ തന്നെ നമുക്ക് പകൽ വന്നാൽ തന്നെ അത്യാവശ്യം പേടി തോന്നുന്ന ഒരു സ്ഥലമാണിത്. പണ്ട് കാലത്തൊരു റൂം പോലെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കോ ഉള്ളിലേക്കോ ഒന്നും കയറാനായിട്ട് സാധിക്കില്ല. നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതെല്ലാം കൂടി ഇടിഞ്ഞ് താഴേക്ക് വീഴും. ഈ കുളം എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതൽക്കേ വെള്ളം പാടത്തേക്ക് തേവിയിരുന്ന ഒരു കുളമാണ്. പക്ഷേ അതിനുശേഷം പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ നടന്ന് അതിലേക്ക് ഒരു അമ്മയെയും മകളെയും കെട്ടി തൂക്കിനോ മുക്കി താഴ്ത്തിനോ അങ്ങനെ എന്തൊക്കെയൊക്കെ ഞങ്ങൾ കേട്ടു. പക്ഷെ എന്താണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ കാരണവന്മാരൊക്കെ പറഞ്ഞത് ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട, അവിടുന്ന് രാത്രി കാലങ്ങളിൽ പല ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്, ആരും മുടിയഴിച്ചിട്ടിരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാരണവന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ണി സിദ്ധിനെ വെല്ലുവിളിച്ചത്. ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുളത്തിലൊന്ന് പോയിട്ട് ഇറങ്ങി, എന്നിട്ട് മീനെ പിടിച്ച് കാണിക്കുക, അത് രാത്രി ഇറങ്ങണം എന്നുള്ള വെല്ലുവിളി ഉണ്ണി നടത്തിയത്. എടാ ഞാൻ അത് വെറുതെ പറയല്ല, നമ്മളെ ഈ കുണ്ടിക്കത്തോടില്ലേ, അവിടുന്ന് ഒരു ഞാൻ ചെലവിന് പോകണം നിന്റെ കൂടെ കമ്പനിക്ക് കൊണ്ടുപോയതാ മോനെ. എന്നിട്ട് പോകാൻ അന്ന് ആ തോട്ടിൽ ഒരു ഇളക്കം കണ്ടിട്ട്, എടാ പാമ്പയിക്കാരൻ ഞാൻ മര്യാദക്ക് പറഞ്ഞ ഇറങ്ങണ്ട പാമ്പയിക്കാരെന്ന് പോയി ഇറങ്ങിയിട്ട് അത് തപ്പിയിട്ട് ആ മീനിനെ പിടിച്ചു. ഇത്ര വലിപ്പമുള്ളൊരു മുയ്യ് അതിനെ ഓൻ പിടിച്ചു. അതിൻ്റെ ഓൻ്റെ ധൈര്യം ഞാൻ അന്ന് സമ്മതിച്ചു. സത്യം പറഞ്ഞാൽ കഥകളേക്കാളും അതിഭീകരമാണ് ഈ കുളത്തിലെ വെള്ളം താഴ്ന്നു കഴിഞ്ഞാലുള്ള കുളത്തിൻ്റെ അവസ്ഥ. നമുക്ക് ഓരോ രൂപങ്ങളായി തോന്നും പല കാര്യങ്ങളും. മന്ത്രത്തകിടുകൾ, കറുത്ത തുണി, ചുവന്ന തുണി, മൺകുടങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ നമുക്കിതിൻ്റെ ഇടയിൽ കാണാനായിട്ട് പറ്റും. പക്ഷെ സത്യം പറയട്ടെ, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സിദ്ധി ആ കുളത്തിലേക്ക് ഇറങ്ങുന്നുള്ളത്. അതിൽ പാമ്പുണ്ടോ ഇഴജന്തുക്കളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇതുപോലുള്ള ഒരുപാട് കഥകൾ ഞങ്ങളതിൽ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാലത്ത് പോയിട്ട് പകൽ സമയത്ത് പോലും ആ ഒരു കുളത്തിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. അവൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 5-6 ചൂട്ട് കത്തിച്ചിട്ട് കുളത്തിൻ്റെ എല്ലാ സൈഡിലേക്കും അങ്ങോട്ട് ഇട്ടു.
അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഴജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോവും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ആ ഒരു കാര്യം ചെയ്തത്. അവൻ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 5-6 ചൂട്ട് കത്തിച്ചിട്ട് കുളത്തിൻ്റെ എല്ലാ സൈഡിലേക്കും അങ്ങോട്ട് ഇട്ടു. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഴജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോവും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ആ ഒരു കാര്യം ചെയ്തത്. അയ്യപ്പേട്ടൻ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അയ്യപ്പേട്ടനും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ഒരു ധൈര്യമുണ്ട്. അയ്യപ്പേട്ടൻ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അയ്യപ്പേട്ടനും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ഒരു ധൈര്യമുണ്ട്. അയ്യപ്പേട്ടൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ വല്ല മന്ത്രവാദികളുമാണെന്നുള്ളത്. അയ്യപ്പേട്ടൻ മന്ത്രവാദി ഒന്നല്ല കേട്ടോ. ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണ കുറച്ച് പ്രായം ചെന്ന ഞങ്ങളൊക്കെ ഒരു ഏട്ടനാണ് അയ്യപ്പേട്ടൻ. നമ്മളേതെങ്കിലും ഒരു കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മൂപ്പരുടേതായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയും. അതിലിറങ്ങുന്നത് അപകടമാണോ, പാമ്പുകളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയ്യപ്പേട്ടൻ നമ്മളോടൊന്ന് പറഞ്ഞു തരും. ഈ കുളത്തിൻ്റെ രാത്രിയുള്ള ഒരു ലുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടാ. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കുളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. സിദ്ദീഖിൻ്റെ ധൈര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സിദ്ദീഖ് ഇവിടെ ഇതേമാതിരി വെള്ളം കൂടിയിട്ട് തോട്ടിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ തോട്ടിൽ ചാടിയിട്ട് ഭയങ്കര കുത്തൊലിക്കുള്ള സമയത്ത് എല്ലാവരും നോക്കി നിൽക്കുക. സിദ്ദീഖ് ചാടി ആ കുട്ടിയെ രക്ഷിച്ചു. അന്ന് സിദ്ദീഖിൻ്റെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചു. അപ്പോൾ സിദ്ദീഖ് രാത്രിയിൽ ഇറങ്ങി മീൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെള്ളം കൂടി വറ്റി കഴിഞ്ഞപ്പോഴാണ് കുളത്തിൻ്റെ ഭീകരാന്തരീക്ഷം ശരിക്കും കാണൽ തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾ ഈ ജോലി തുടങ്ങിയതിന് ശേഷം ഒരുപാട് തടസ്സങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അതിലൊന്നാണ് മോട്ടർ കംപ്ലൈൻ്റ് ആയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഈ കുളം വാർത്ത് തുടങ്ങിയതിന് ശേഷം 5ാമത്തെ തവണയാണ് മോട്ടർ വീണ്ടും അടുപ്പിച്ചടുപ്പിച്ച് കംപ്ലൈൻ്റ് ആകുന്നത്. ഏറ്റവും അവസാനം കംപ്ലൈൻ്റ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഈ ഇഞ്ചൻ തീരെ ശരിയാവില്ല എന്നുള്ളത്. കാരണം അങ്ങനെയുള്ള പണിയാണ് കിട്ടിയത്. ഒരുപാട് നേരം ഞങ്ങൾ കഷ്ടപ്പെട്ട്, പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. ഏകദേശം 1.5 മണിക്കൂർ എടുത്ത ഞങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിൽ അവസാനം ഇഞ്ചൻ ശരിയായി. പക്ഷേ അപ്പോഴേക്ക് സമയം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സിദ്ധിയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നമുക്ക് ഈ ഒരു സമയത്ത് ഇറങ്ങട്ടെ, നമുക്ക് തൽക്കാലം നാളെ എഞ്ചിനൊക്കെ റെഡിയാക്കിയിട്ട് നാളെ പകലൊന്ന് ശരിക്കും ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം രാത്രി ഇറങ്ങാം, അതാവും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ ആ ഒരു വാശി അതൊരിക്കലും നിർത്താൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ വീണ്ടും ഞങ്ങളെ പണി തുടർന്നുകൊണ്ടേയിരുന്നു. ഓന് എല്ലാ കുണ്ടിലും ചാടും, എല്ലാ ചാരിനുമൊക്കെ പിടിക്കും. നമുക്ക് ഒന്നിനും പേടില്ല. അത് മനസ്സിലാണ് ഓനെപ്പറ്റി. ഇങ്ങനെ ആ കുളത്തിലിറങ്ങി മീൻ പിടിച്ചു എന്നുള്ളതിൽ ഒന്നും സംശയിക്കാനില്ല. നമുക്ക് ആ ധൈര്യമുണ്ട്. കുറച്ചാണ്ട് ഇറക്കണ അത് ഇവിടുന്ന് അടിച്ചാൽ മതിയാ? ഇവിടുന്ന് അടിച്ചാൽ പോരെ?